2026 ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള പുതിയ പ്രീപോൾ സർവേ ഫലങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. വർഷങ്ങളായി BJP ഭരണത്തിലിരിക്കുന്ന ആസാമിൽ ഇത്തവണ രാഷ്ട്രീയക്കാറ്റ് മാറുന്നുവെന്ന സൂചനകളാണ് സർവേ ഫലങ്ങൾ നൽകുന്നത്. ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉയരുന്നതായും കോൺഗ്രസിനും ഇന്ത്യ മുന്നണി കക്ഷികൾക്കും അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നതുമാണ് സർവേ വ്യക്തമാക്കുന്നത്. BJP കോട്ടയായി കണക്കാക്കിയിരുന്ന ആസാം ഇനി അത്ര സുരക്ഷിതമല്ലെന്ന സന്ദേശമാണ് ഈ കണക്കുകൾ നൽകുന്നത്. സർവേ പ്രകാരം 126 അംഗ നിയമസഭയിൽ കോൺഗ്രസ് നയിക്കുന്ന സഖ്യത്തിന് 60 മുതൽ 68 സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഒറ്റക്ക് കോൺഗ്രസിന് 45 മുതൽ 50 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന കണക്ക് BJP ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. AIUDF അതുപോലെ ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവർ ചേർന്നാൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നതാണ് സർവേയിൽ പറയുന്നത്. BJPയുടെ സീറ്റുകൾ 45 മുതൽ 52 വരെ ചുരുങ്ങുമെന്നുള്ള പ്രവചനം ഭരണകക്ഷിയായ BJPക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. വോട്ട് ശതമാനത്തിലും കോൺഗ്രസിന് ശക്തമായ വർധനമാണ് സർവേ സൂചിപ്പിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ഏതാണ്ട് 8 മുതൽ 10% വരെ ഉയരുമെന്നതാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അതേസമയം BJP 5 മുതൽ 7% വരെ വോട്ട് ഷെയർ ഇടിവ് നേരിടേണ്ടി വരുമെന്നതും സർവേയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് വെറും അക്കങ്ങളിലെ മാറ്റമല്ല, മറിച്ച് ജനങ്ങളുടെ രാഷ്ട്രീയ മനോഭാവത്തിൽ വന്ന വലിയ മാറ്റത്തിൻ്റെ സൂചനയാണെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്. യുവാക്കളിലും കർഷകരിലും BJP സർക്കാരിനെതിരായ ഒരു വികാരം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ മേഖലയിലെ പരാജയം, മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്നിവ യുവാക്കളെ ഭരണകക്ഷിയിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ട്. കർഷകർക്ക് വിളകൾക്ക് ന്യായമായ വില ലഭിക്കാത്തതും പ്രളയവും വെള്ളപ്പൊക്കവും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ സർക്കാർ ഫലപ്രദമായി ഇടപെടാത്തതും ഗ്രാമീണ മേഖലകളിൽ BJPക്കെതിരായ വികാരം ശക്തമാക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെയാണ് കോൺഗ്രസിന് അനുകൂലമായി മാറുന്നതെന്നാണ് സർവേ പറയുന്നത്. അതുപോലെ NRC, CAA വിഷയങ്ങൾ അത് വീണ്ടും ആസാമിലെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവേ പ്രകാരം ഈ വിഷയങ്ങളിൽ BJP സ്വീകരിച്ച കടുത്ത നിലപാടുകൾ അത് വലിയൊരു വിഭാഗം ജനങ്ങളെ അകറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങളിലും അതുപോലെ തന്നെ അതിർത്തി മേഖലയിലുമുള്ള വോട്ടർമാർ അവർ കോൺഗ്രസിനെ കൂടുതൽ വിശ്വാസത്തോടെ കാണുന്നുവെന്നതാണ് ഈ ഒരു സർവേയിലുള്ള കണ്ടെത്തൽ. ഭീതിയുടെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയത്തിന് പകരം ഐക്യത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും രാഷ്ട്രീയം വേണമെന്ന നിലപാടാണ് ഇവിടങ്ങളിൽ ശക്തമാവുന്നത്. മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം വളർന്നുവെന്നതും സർവേയിൽ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഴിമതി ആരോപണങ്ങൾ, അധികാര ദുർവിനിയോഗം, പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന സമീപനം എന്നിവയാണ് ജനങ്ങളുടെ പ്രധാന പരാതികളായി പറയുന്നത്. ശക്തനായ മുഖ്യമന്ത്രി എന്ന ഇമേജ് ഗ്രാമീണ മേഖലകളിൽ മങ്ങിപ്പോയതായും നഗരമേഖലകളിൽ പോലും ഭരണത്തോടുള്ള എതിർപ്പ് ഉയരുന്നതായും സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആസാമിൽ കോൺഗ്രസ് നടത്തിയ സംഘടനാ പുനർനിർമ്മാണം അത് ഫലം കാണുന്നതായാണ് സർവേ നൽകുന്ന സൂചന. ബൂത്ത് തലത്തിലെ ശക്തമായ പ്രവർത്തനം, പ്രാദേശിക നേതാക്കളെ മുൻനിരയിൽ നിർത്തിയ ആ ഒരു പ്രചരണം, അതുപോലെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ സജീവമായ ഇടപെടൽ എന്നിവ കോൺഗ്രസിന് പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, ആ ഒരു യാത്ര സംസ്ഥാനത്ത് സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ സ്വാധീനവും കോൺഗ്രസിൻ്റെ ഇമേജിന് ഗുണം ചെയ്തിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരിലും ശ്രദ്ധേയമായ ഒരു മാറ്റം കണ്ടെത്തിയിട്ടുണ്ട്. വിലക്കയറ്റം, ഗാർഹിക ചെലവുകൾ, ആരോഗ്യ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ എന്നിവ സ്ത്രീകളുടെ പ്രധാന ആശങ്കകളായി ഇപ്പോഴും തുടരുകയാണ്. BJP സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളും പ്രായോഗികമായി ഗുണം ചെയ്തില്ലെന്ന വിലയിരുത്തലിലാണ് സ്ത്രീ വോട്ടർമാരിൽ കൂടുതൽ പേരെന്നും ഇതാണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ കാരണമെന്നും സർവേയിൽ പറയുന്നു. ഈ സർവേ ഫലങ്ങൾ അന്തിമ വിധികളല്ലെങ്കിലും 2026 ആസാമിൽ ഭരണപരിവർത്തനത്തിന് ശക്തമായ സാധ്യതയുണ്ടെന്ന വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ഐക്യം നിലനിർത്താൻ സാധിച്ചാൽ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കുമെന്നതാണ്
രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒരു കാലത്ത് BJPയുടെ ഉറച്ച കോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന ആസാമിൽ രാഷ്ട്രീയ ഭൂപടം മാറ്റിയെഴുതുവാൻ കോൺഗ്രസിന് അവസരം കൈവന്നിരിക്കുന്നുവെന്നതാണ് ഈ പുറത്തേക്ക് വരുന്ന സർവേ ഫലങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം.